ഹായ് നമസ്കാരം. ഇന്ന് നമ്മളൊരു നാടൻ കുക്കിംഗ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങയാണ്, അങ്കമാലി മാങ്ങ കറി. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കാണിച്ചു തരാം. ഈ അങ്കമാലി മാങ്ങക്കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇപ്പൊ ഞാനൊരു 4 സബോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമണം. ഈ തിരുമലില് ഉണ്ട് ഒരു പ്രത്യേകത. നന്നായി തിരുമ്മിയ അതിൻ്റെ ആ വെള്ളം കൂടെ ഇറങ്ങണം. ആദ്യം ഉപ്പിടാതെ തിരുമ്മി അതിൻ്റെ വെള്ളം നന്നായിട്ട് ഇറങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ ഉപ്പൊക്കെ ഇടുന്നത്. ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തിരുമ്മി എടുക്കണം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 6 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. മാങ്ങക്കറിയിൽ പച്ചമുളകിന്റെ എരിവാണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. കാരണം ഈ പച്ചമുളകിന്റെ എരിവ് വരാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പൊ എരിവ് നന്നായിട്ട് വേണ്ടവരാണെങ്കിൽ 8, 10, 12 ഒക്കെ ഇട്ടോളൂ. നമ്മൾ എരിവ് കുറച്ച് കഴിക്കുന്ന ടീമായതുകൊണ്ടാണ് എരിവ് കുറച്ചേക്കുന്നത്. അപ്പൊ അതും കൂട്ടിത്തിരുമി. ഇനി ഇതിനകത്ത് വേപ്പിലയാണ് ഇടുന്നത്. അത് നമ്മുടെ കയ്യിൽ ഇല്ല. വേപ്പില ഇവിടെ ഒരു കിട്ടാക്കനിയാണ്. വേപ്പില ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇടാണ്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് പൊടികളാണ്. ഇതിലേക്ക് ഈ നാടൻ കറികളിൽ മെയിനായിട്ട് 3 പൊടികളാണുള്ളത്: മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി. മിക്കവാറും നമ്മുടെ എല്ലാ നാടൻ കറികൾക്കും ബേസ്, നമ്മൾ ഈ വീട് പണിയുമ്പോൾ തറ കിട്ടൂലേ എന്ന് പറഞ്ഞ മാതിരി ബേസിക് സാധനമാണിത്. അപ്പൊ നമുക്കൊരു കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. നല്ല എരിവുള്ളവരാണെങ്കിൽ കൂടുതൽ മുളക് ഇടാം. നമ്മൾ പച്ചമുളകിന്റെ എരിവാണ് കൂടുതൽ ഇതിന് വരാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മുളക് പൊടി വളരെ കുറച്ച്, മല്ലിപ്പൊടി ഇതിന് കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ നമുക്കൊരു 3-3.5 സ്പൂണോളം ഇടാം. ഇത് എന്നിട്ട് നന്നായി ഒന്ന് തിരുമിയെടുക്കാം. ഇങ്ങനെ കൂട്ടി തിരുമുമ്പോൾ നമുക്ക് നല്ല ഒരു സ്മെല്ല് കിട്ടും. ആ വേപ്പിലയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ സ്മെല്ല് സൂപ്പറായിരുന്നു. ഇതിലേക്ക് നമുക്ക് നാടൻ ചൊറുക്ക, വിനാഗിരി, നല്ല തെങ്കള്ളിന്റെ ചൊറുക്കയാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് കുറച്ച് ഒഴിക്കാം. ഇതൊക്കെ കൈക്കണക്കുണ്ടാവും. ഞാൻ ഈ കൈയിൽ ഇങ്ങനെ നടന്ന് ഒഴിക്കുന്നത്. മാങ്ങയ്ക്ക് ഒരു പുളിയുണ്ട്, അതുകൊണ്ട് കുറച്ച് മതിയാവും. പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. ഇത് നാടൻ വെളിച്ചെണ്ണയാണ്. ഇവിടുത്തെ തണുപ്പുകൊണ്ട് ഇങ്ങനെ കട്ടിയായിട്ട് ഇരിക്കുന്നത് കേട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ്. അതൊരു 2 സ്പൂൺ ഇടാം. ഇത് ഇങ്ങനെ ഇരിക്കണോണ്ട് നമുക്ക് കൃത്യ അളവ് കിട്ടില്ല. എന്നാലും നമുക്ക് ഉദ്ദേശം ഒരു 2 സ്പൂൺ ഇട്ടേക്കാം. എന്നിട്ട് ഒന്നും കൂടി തിരുമാം. അപ്പം മാങ്ങയ്ക്കുള്ള സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ മാങ്ങ ഇടാണ്. 2 മാങ്ങയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ഇവിടെ വയ്ക്കാം. ഇത് കണ്ട, അണ്ടിയോട് എടുക്കുമ്പോൾ മാങ്ങയുടെ പുളി അറിയാന്നല്ല പറയുന്നത്. ഈ അണ്ടിയോട് അടുത്തുള്ള മാങ്ങയുടെ പീസാണിത്. ഇത് നമ്മളിത് അരച്ചിട്ട് ഇതിനുള്ളിലേക്ക് ചേർക്കാണ്. അപ്പോൾ കറിക്ക് ഒരു കൊഴുപ്പും കിട്ടും, പുളിയും കിട്ടും. ഓക്കെ, ഞാൻ അരച്ചിട്ട് വരാം. മാങ്ങ അരച്ചത് ഇതിനകത്തേക്കാണ് ഒഴിക്കാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. അതിപ്പോ വേണമെങ്കിൽ നമുക്ക് 3 വിധത്തിലാവാം. നാടൻ തേങ്ങ വെട്ടി ചിരകി പാല് പിഴിഞ്ഞെടുക്കാം, അങ്ങനെ ചേർക്കാം. അല്ലെങ്കിൽ പൊടിയായിട്ട് കിട്ടും, അല്ലെങ്കിൽ പാലായിട്ട് ചെറിയ ടിന്നിലും പാക്കറ്റിലൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ അത് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത് പൊടിയും പാലായിട്ട് വാങ്ങിയ പാലുമാണ്. ഇതാണ് പാല്. ഇത് ഞാനൊരു പാക്കറ്റ് ഒഴിക്കുകയാണ്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ പൊടിയുണ്ട്, അതും വെള്ളത്തിൽ കലക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം. ഇത് ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് നല്ല സാധനമാണ്. ഏകദേശം 400 ml കോക്കനട്ട് മിൽക്ക് ഉണ്ട്. ഇതും ഒന്ന് മിക്സിയിൽ ഒരു ചെറിയൊരു അടി അടിച്ചിടാണെങ്കിൽ ഉള്ള കട്ട പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അരിഞ്ഞ് കിട്ടും. അപ്പൊ 10 മിനിറ്റ് ഞാൻ വെച്ചു. ഒരു 10-20 മിനിറ്റ് ഒക്കെ വെച്ചാൽ നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് പാലിങ്ങനെ ഒഴിച്ചിട്ട് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നേരെ നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഇനി നമുക്ക് ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് പൊടിയോ അല്ലെങ്കിൽ പാക്കറ്റ് മിൽക്കോ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മാങ്ങക്കറി വെക്കാൻ വളരെ എളുപ്പമാണ്. അങ്കമാലി മാങ്ങക്കറി ഇത് അടുപ്പത്ത് കയറി കഴിഞ്ഞു. ഇനി ഇത് 2 തള കളച്ച് കഴിയുമ്പോഴേക്കും ഇത് വെന്തിരിക്കും. അപ്പൊ നമുക്കിത് മൂടി വെച്ച് 10-15 മിനിറ്റ് അതോടുകൂടി നമ്മുടെ കറി റെഡി. അപ്പോ നമ്മുടെ മാങ്ങക്കറി തള വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിടാം. ഈ സമയത്ത് നമുക്കൊരു കറി കൂടി ചെയ്യാനുണ്ട്. ഒരു സ്വല്പം വെളിച്ചെണ്ണ മീതിട്ട് കൊടുക്കാം. തീറ്റയും കുടിയും എന്നുള്ളതാണല്ലോ മനുഷ്യരുടെ ഏറ്റവും വലിയ സംഭവം. അപ്പൊ തീറ്റയ്ക്കുള്ള സംഭവങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെറിയ പീര, പിന്നെ അതേപോലെ തന്നെ അരച്ചാൻ വയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രവാസമൊക്കെ തുടങ്ങിയത്. ഇപ്പൊ ചിലത് വയറൊക്കെ എത്ര ചാനുണ്ടെന്ന് ആരെ നീ എന്നെയാണോ ഉദ്ദേശിച്ചേ?
എല്ലാവരുടെയും കാര്യമാണ് ഞാൻ പറയുന്നത്, ഒരാളുടെ മാത്രമല്ല. രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ അവിടെയൊക്കെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തലപ്പാൽ ആദ്യം ഒഴിച്ചിട്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിന് രണ്ടാം പാലും ഒക്കെ ഒഴിച്ച് ലൂസാക്കി എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അല്ല, നേരെ മരിച്ച് രണ്ടാം പാൽ ഒഴിച്ച് വേവിച്ചിട്ട് നമുക്ക് തലപ്പാൽ ഒഴിച്ച് കട്ടിയാക്കി എടുക്കാനും പറ്റും. ഇത് രണ്ടും ഓരോരുത്തരുടെ യുക്തം പോലെ ചെയ്യാം. ഞാനിപ്പോ ചെയ്തിരിക്കുന്നത് ആദ്യം പറഞ്ഞ മെത്തേഡാണ്. തലപ്പാൽ ഒഴിച്ച് തന്നെ വെച്ചിട്ട് നമ്മുടെ അളവിന് ലൂസാക്കാൻ വേണ്ടിയിട്ട് പൊടി കലക്കിയ പാലോ അല്ലെങ്കിൽ പാക്കറ്റ് പാലോ അല്ലെങ്കിൽ ഒറിജിനൽ തേങ്ങാപ്പാലോ ഒഴിച്ച് നമ്മുടെ ആവശ്യത്തിന് ചാറ് എന്തോരം കുറുകിയിരിക്കണമെന്ന് അനുസരിച്ച് നമ്മളത് മാറ്റിയെടുക്കും. അപ്പൊ അതായത് അവസാനം തലപ്പാൽ ഒഴിക്കുന്ന പരിപാടി ഇല്ല, ടോമിന്റെ ഒരു സ്റ്റൈലില് എന്തെങ്കിലും വ്യത്യാസം വേണമല്ലോ. അപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. മാങ്ങ ഒന്ന് നോക്കാം എന്തോന്ന്. മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒരു ചെറിയൊരു നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ഗരം മസാല ഒന്ന് തൂവി കൊടുക്കുക. ഇത് എല്ലാവരും ചെയ്യുന്ന പരിപാടിയല്ല കേട്ടോ, ഇത് എന്റെ സ്പെഷ്യലാണ്. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് പറ. അപ്പൊ നമ്മുടെ മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ഈ പെണ്ണല് പൊട്ടിയൊക്കെ ഇടുന്ന മാതിരി ഈ കറിക്ക് ഇത്തിരി പൊട്ടിയിടാൻ വേണ്ടിയിട്ട് കടുകും മറ്റേ ഇതൊക്കെ ഒന്ന് താളിച്ച് അങ്ങോട്ട് ഒഴിക്കാം. ഒരു ചട്ടി അടുപ്പിൽ ഒഴിക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായിട്ടുണ്ട്, നമുക്ക് കടുകിടാം. കൂട്ടത്തിൽ കുറച്ച് ഉലുവയും കൂടി ഇട്ടേക്കാം. ഇതാണ് മറ്റൊരു മുളകിട്ടുണ്ട്. അടുപ്പ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ പൊടി സ്വല്പം ഇടാം. കാശ്മീരി മുളക് പൊടി കണ്ടാ ഞാട്ടിരിക്കുന്നത്, ഒരു കളറിന് ഒരു ചുവന്ന കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് നേരെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ആ ചീന്ന് പറഞ്ഞ ചീറില് കേൾക്കുമ്പോ എന്ത് സുഖം. അപ്പൊ കറിക്ക് കാണാനൊരു ചന്തം വെച്ചു. കറി നോക്കിയേ, നല്ല ചന്തായില്ലേ? അങ്ങനെ ചന്തമുള്ള അങ്കമാലി കറി ഫിനിഷ്ഡ്. വളരെ എളുപ്പം എങ്ങനെ ഉണ്ടാക്കണേന്ന് മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ സംഭവം. കേൾക്കുമ്പോൾ വലിയ സംഭവമാണെന്നായിരിക്കും, പക്ഷെ നമ്മൾ ഉണ്ടാക്കി നോക്കിയാൽ വളരെ നിസ്സാരമാണ് കാര്യം. ഇപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ.